സുഹൃത്തുക്കളെ, ട്രാവൽ മിഷൻ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് യാത്ര പോകുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മുംബൈയിലേക്കും മുംബൈയിൽ നിന്നും കപ്പൽ മാർഗം അറബിക്കടലിലൂടെ തിരിച്ച് കൊച്ചിയിലേക്കും ഉള്ള ഒരു യാത്രയ്ക്കാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക ആഡംബര ക്രൂയിസ് ഷിപ്പ് കമ്പനിയായ കോർഡിയല ക്രൂയിസ് നടത്തുന്ന മുംബൈ കൊച്ചി 2 രാത്രിയും 3 പകലും അടങ്ങുന്ന ഒരു ഉല്ലാസയാത്രയ്ക്കായിട്ടാണ് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്നും യാത്രയായത്. രാവിലെ 11:30-ക്കുള്ള ഫ്ലൈറ്റായിരുന്നു. എന്നാൽ ഫ്ലൈറ്റ് അരമണിക്കൂർ താമസിച്ച് 12 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നും ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ചെക്ക് ഇൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം വിമാനത്തിനകത്തേക്ക് കടന്നു. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് സ്കൈ ഡേ ടൂർസ് 50 പേരുടെ ഒരു പാക്കേജാണ് ഈ കോർഡിയല ക്രൂയിസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ വിമാനം ആകാശം തൊട്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. വിമാനത്തിനകത്ത് കാഴ്ചകൾ, പുറത്ത് പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന മേഘങ്ങൾക്ക് ഇടയിലൂടെ നമ്മുടെ വിമാനം മെല്ലെ നീങ്ങുന്ന കാഴ്ചകൾ. വിമാനം ഒരു ലെവലായി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ എയർ ഹോസ്റ്റസ് ഒക്കെ നമുക്ക് സ്നാക്സ്, ഡ്രിങ്ക്സ് മറ്റും നേരത്തെ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാനും പുതിയ ഓർഡർ ചെയ്യുന്നവർക്ക് തരാനുണ്ടാക്കി ഇതിൻ്റെ അകത്ത്, ഫ്ലൈറ്റിൻ്റെ അകത്ത് തേരാപ്പാര നടപ്പാണ്. അങ്ങനെ ജാലകത്തിലൂടെ നമ്മൾ മേഘക്കെട്ടുകൾക്കിടയിലൂടെ നമ്മുടെ വിമാനം ഊളിയിട്ട് പോകുന്നത് കാഴ്ച ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അത് 2 മണിക്കൂർ സമയത്തെ പറക്കലിന് ശേഷം നമ്മുടെ വിമാനം മുംബൈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. മെല്ലെ 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 ഭൂമിയിലെ പച്ചപ്പുകളും ബോംബെ നഗരത്തിലെ വൻ കെട്ടിട സമുച്ചയങ്ങളും കണ്ടു തുടങ്ങി. നമ്മുടെ വിമാനം പതുക്കെ പതുക്കെ ലാൻഡ് ചെയ്യുകയാണ്. നമുക്കറിയാം, മുംബൈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ നഗരമാണ്. ഇവിടുത്തെ വിമാനത്താവളവും അതുപോലെ വലിയ വിമാനത്താവളമാണ്. ഒരേ സമയം ഒരുപാട് വിമാനങ്ങൾ വന്നിറങ്ങുകയും പറന്നു പൊങ്ങുകയും അതുപോലെ അവിടെ ലാൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ അത്ഭുതകരമായിരുന്നു. ബോംബെ മഹാനഗരത്തിൻ്റെ മുകളിലൂടെ നമ്മുടെ വിമാനം ഇങ്ങനെ മെല്ലെ കര തൊടാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ റൺവേയിലേക്ക് നമ്മുടെ വിമാനം എത്തിച്ചേർന്നു. സുഹൃത്തുക്കളെ, ആകാശത്തിലെ ഈ മേഘക്കെട്ടിലൊക്കെ പെട്ട് ഭയങ്കര ജെർക്കിങ്ങോടാണ് വിമാനം ഓടിയത്. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. റൺവേയിലൂടെ നമ്മുടെ വിമാനം ഇങ്ങനെ ഒഴുകി നീങ്ങുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന മറ്റ് ധാരാളം വിമാനങ്ങൾ കാണാമായിരുന്നു. വളരെ വിശാലമായ ഒരു എയർപോർട്ടാണ് നമ്മുടെ മുംബൈ എയർപോർട്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ലാൻഡിങ് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്.
लीजिए। अब हम मुंबई के टर्मिनल 2 पर पहुंच गए हैं। अगर आपकी अगली फ्लाइट दूसरे टर्मिनल से है तो कृपया साइन बोर्ड पर നമ്മൾ വിമാനത്തിൽ നിന്നും ഇറങ്ങി ഇങ്ങനെ എയർപോർട്ടിന് ഉള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി നടക്കുകയാണ്. നമ്മൾ ആഭ്യന്തര യാത്രക്കാരായിരുന്നാൽ മറ്റ് എമിഗ്രേഷൻ പ്രോഗ്രാമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ 50 പേരടങ്ങുന്ന സംഘത്തോടൊപ്പം നമുക്കായി കപ്പലിലേക്ക് പോകുവാൻ വേണ്ടി മുംബൈ സഫാരിയുടെ ബസ് അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഈ ബസ്സിൽ കയറി നമ്മൾ 50 പേരടങ്ങുന്ന സംഘം ഈ മുംബൈ നഗരത്തിലെ ദാദർ മുതൽ ബർലി വരെയുള്ള വീതിയിലൂടെ ഇങ്ങനെ കോഡില ക്രൂയിസിൻ്റെ പോർട്ട് ലക്ഷ്യമാക്കി ബസ്സിൽ കളിയും ചിരിയുമായി ഇങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറുള്ള യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുംബൈ നഗരം സൈഡിൽ ആ 1 മണിക്കൂറിലെ വ്യൂ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വളരെ അന്തരീക്ഷം വളരെ വൃത്തിഹീനമായി തോന്നി. പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ യാതൊരു വൃത്തിയുമില്ലാത്ത ഒരു അന്തരീക്ഷവും വൃത്തിഹീനമായ റോഡുകളും എല്ലാം നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. എന്നാൽ ഇടയ്ക്ക് കണ്ട വൃത്തിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ചിത്രീകരിച്ചു. പക്ഷെ നമ്മുടെ രാജ്യം എന്താണ് ഇങ്ങനെ ഇത്രയും വലിയ നമ്മുടെ രാജ്യത്തെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ മുംബൈ നഗരം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ ഇവർക്ക് ഈ മുംബൈ കോർപ്പറേഷനൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെങ്കിലും പരിപാലിച്ചുകൂടി. മുമ്പൊരിക്കൽ ഞാൻ ജുഹു ബീച്ചിൽ എത്തിയപ്പോൾ അവിടുത്തെ വൃത്തികേട് കണ്ട് ബീച്ചിൽ കാലുകുത്താതെ തിരിച്ചു ഓടിയ ഇത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമ്മുടെ ബസ് അങ്ങനെ പോർട്ടിലെത്തിച്ചേർന്നു. മുമ്പിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ക്യൂ നിന്ന് ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് ശരിക്കും ഈ കപ്പലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നതിന് വിമാനത്തിൽ കയറുന്നതിനെക്കാട്ടിയും വലിയ പ്രൊസീജിയറായിരുന്നു. ഇങ്ങനെ ക്യൂ നിന്ന് നമ്മളിതൊക്കെ പരിശോധിച്ച് ഇങ്ങനെ നമ്മൾ നമ്മുടെ കോഡല ക്രൂയിസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നടന്നു. ഇത് കപ്പലിന് മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ്. 10 നിലകളുള്ള അതിഭീകരമായ ഒരു കപ്പലായിരുന്നു. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മളിതിൻ്റെ ക്രൂവൊക്കെ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം കയറി ഇതിൻ്റെ പോർട്ടിക്കോ കണ്ടു. കൊട്ടാര സദൃശ്യമായ ആഡംബരങ്ങളായിരുന്നു എങ്ങും ദൃശ്യമായത്. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ ഇവിടെ എതിരേറ്റത്. കപ്പലിനുള്ളിലെ വിശദമായ കാഴ്ചകളും നമ്മുടെ താമസവും മറ്റും അടുത്ത എപ്പിസോഡുകളിൽ തുടരുന്നതാണ്.